ഹായ്, എൻ്റെ പേര് അയ്യൂബ് എന്നാണ്. ഞാൻ മോങ്ങം പൂക്കുളത്തൂർ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ വാലി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസസിലെ ഇംഗ്ലീഷിൻ്റെ അധ്യാപകനാണ്. ഓക്കെ, നിങ്ങൾ SNG ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഗ്രാമറിലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ സെക്കൻഡ് ബ്ലോക്കിലെ യൂണിറ്റ് 1 പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഏരിയയാണ് നമ്മളിന്ന് തുടങ്ങി വെക്കുന്നത്. ഓക്കെ, ഈ സെക്കൻഡ് ബ്ലോക്കിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് പ്യൂർലി ഗ്രാമർ, പൂർണ്ണമായിട്ടും പ്രാക്ടിക്കൽ ഗ്രാമറാണ് ഇതിൽ മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേരാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഏറ്റവും ബേസാണ് പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പോൾ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് നമുക്ക് ജസ്റ്റ് പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കാം. വാട്ട് ഈസ് പാർട്സ് ഓഫ് സ്പീച്ച്? See, words in English are put into different groups based on what they do in a sentence. These groups are called parts of speech. എന്ന് പറഞ്ഞാൽ നമ്മളെ ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകൾ, ഒരു സെൻറ്റൻസിലെ വാക്കുകൾ എടുക്കുകയാണെങ്കിൽ ആ സെൻറ്റൻസിലെ ഓരോ വാക്കിനും ഓരോ ഫങ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ വാക്കുകളും അവർ ചെയ്യുന്ന ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പാക്കി വെച്ചിരിക്കുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഈ മനുഷ്യന്മാരായ നമ്മൾ ഓരോ ഡ്യൂട്ടി ചെയ്യുന്നതിനനുസരിച്ച് ഓരോരുത്തരും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, ക്ലാസ് എടുക്കുന്ന ഞാൻ അല്ലെങ്കിൽ അധ്യാപകരെ കുറിച്ച് പറയാറുള്ളത് ദേ ആർ ടീച്ചേഴ്സ്. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ടീച്ചർ എന്ന് വിളിക്കും. എൻ്റെ ഡ്യൂട്ടി ടീച്ചറാണ്, ടീച്ചിങ് ആണ്, അതുകൊണ്ട് തന്നെ ടീച്ചർ എന്ന് വിളിക്കും. എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളെ അവർ പഠിക്കുന്ന ആളുകളായതുകൊണ്ട് ആ ഗ്രൂപ്പിനെ, ആ തരം വിദ്യാർത്ഥികളെ നമ്മൾ സ്റ്റുഡൻസ് എന്ന് വിളിക്കും. ഇനി ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കാറ്റഗറി ചിലപ്പം മാറും. എൻ്റെ കാറ്റഗറി മേ ബി ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ മകനാവാം, എൻ്റെ അനിയൻ്റെ ചേട്ടനാവാം. ഇങ്ങനെ നമ്മളൊക്കെ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് അനുസരിച്ച് നമുക്കൊക്കെ ഓരോ പേരിട്ട് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഒരു സെൻറ്റൻസ് എടുക്കുന്ന സമയത്ത് ആ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന വേർഡ്സ്, വാക്കുകൾ, ആ വാക്കുകൾ ചെയ്യുന്ന ഡ്യൂട്ടിക്കനുസരിച്ച് അവരെ തരംതിരിച്ചിട്ടുണ്ട്. ഈ തരംതിരിവിനെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് വിളിക്കുക. സി, ഐ ഹാവ് എൻ എക്സാമ്പിൾ ഗിവൺ ബിലോ. ഞാനിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നോക്കി, ഐ സോ എ ബ്യൂട്ടിഫുൾ ഗേൾ. ഈ സെൻറ്റൻസിൽ വി ക്യാൻ സി ദർ ആർ 5 വേർഡ്സ് ഇൻ ദ സെൻറ്റൻസ് അല്ലേ. ഈ സെൻറ്റൻസിൽ നമുക്ക് 5 വാക്കുകളുണ്ട്. ഐ എന്ന് പറയുന്നൊരു വാക്കാണ്, സോ എന്ന് പറയുന്ന മറ്റൊരു വാക്കാണ്, എ ബ്യൂട്ടിഫുൾ ഗേൾ. ഇങ്ങനെ 5 വാക്ക് നമ്മൾ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഐ എന്ന് പറയുന്ന ഈ വാക്കും സോ എന്ന് പറയുന്ന ഈ ഓരോ വാക്കുകൾക്കും ഓരോ വ്യത്യസ്ത ഡ്യൂട്ടികളാണ് സെൻറ്റൻസിലുള്ളത്. ഈ ഡ്യൂട്ടിക്കനുസരിച്ച് നമ്മൾ ഇതിനൊക്കെ വേറെ വേറെ പേരിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐ എന്ന് പറയുന്നത് നമുക്ക് പ്രോനൗൺ എന്ന് പറയാം, സോ എന്ന് പറയുന്നത് വേർബ് എന്ന് പറയാം, എ എന്ന് പറയുന്നത് നമുക്ക് ആർട്ടിക്കിൾ എന്ന് പറയാം, ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് നമുക്ക് അഡ്ജക്റ്റീവ് എന്ന് പറയാം, ഗേൾ എന്ന് പറയുന്നത് നൗൺ എന്ന് പറയാം. അപ്പോൾ നോക്കി, ഈ സെൻറ്റൻസിലെ 5 വാക്കുകളും 5 ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ട് ഇതിനൊക്കെ നമ്മൾ വ്യത്യസ്ത കാറ്റഗറി ആക്കി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഏത് സെൻറ്റൻസ് എടുക്കുകയാണെങ്കിലും അത് ഏതെങ്കിലും ഒരു കാറ്റഗറി, അത് ചെയ്യുന്ന ജോലിക്കനുസരിച്ച് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഈ പറയുന്ന വേർഡ്സുകളെ ഗ്രൂപ്പാക്കി തിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വാക്കുകളെ അത് ചെയ്യുന്ന ജോലികൾക്കനുസരിച്ച് തരംതിരിച്ചിട്ടുണ്ട്. ഈ തരംതിരിച്ചതിനെ വിളിക്കുന്ന പേരാണെന്ത്? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് മനസ്സിലായിട്ട് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇംഗ്ലീഷിൽ എത്ര തരം പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. സി, ദ ഫോളോയിങ് ആർ ദ പാർട്സ് ഓഫ് സ്പീച്ച് ഇൻ ഇംഗ്ലീഷ്. ഈ താഴെ തന്നിരിക്കുന്നതാണ് ഇംഗ്ലീഷിൽ പൊതുവായി പറയുന്ന പാർട്സ് ഓഫ് സ്പീച്ച്. ഞാൻ നേരത്തെ പറഞ്ഞു, പാർട്സ് ഓഫ് സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാക്കുകളെ തരംതിരിച്ചിട്ടുണ്ട് അവ ചെയ്യുന്ന ഡ്യൂട്ടിക്കനുസരിച്ച്. ഈ തരംതിരിവിനെ വിളിക്കുന്ന പേരാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഇംഗ്ലീഷിൽ നമുക്ക് പൊതുവെ എണ്ണാറുള്ളത് 8 പാർട്സ് ഓഫ് സ്പീച്ചാണ്. ഓക്കെ, 8 തരം വാക്കുകൾ, 8 കാറ്റഗറി വാക്കുകളാണ് പൊതുവെ ഇംഗ്ലീഷിലുള്ളത്. നമുക്കങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ വളരെ സിമ്പിളായി പറയാം. ഒന്നാമത്തെ നൗണാണ്, ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടാവണം. രണ്ടാമത്തത് വേർബാണ്,
പിന്നെ അഡ്ജക്റ്റീവ് ആണ്, ആഡ്വേർബ് ആണ്, പ്രോനൗൺ, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജെക്ഷൻ. ഇത്രയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പൊതുവെ പറയാറുള്ള പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. 8 പാർട്സ് ഓഫ് സ്പീച്ച്. അതായത് ഈ 8 കാറ്റഗറിയിൽ നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് ചെയ്താണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ സെൻറ്റൻസ് ഞാൻ എഴുതുകയാണെങ്കിൽ ഈ സെൻറ്റൻസിലെ ഓരോ വാക്കും ഈ പറയുന്ന 8 കാറ്റഗറിയിലെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്നതായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കി, ഐ എന്ന് പറയുന്ന ഈ വാക്ക് ഏത് കാറ്റഗറിയിൽ വരുന്നതെന്നറിയോ? ഈ വാക്ക് പ്രോനൗൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. സ്റ്റഡീഡ് എന്ന് പറയുന്ന ഈ വാക്ക് വേർബ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന വാക്ക് നൗൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഏത് സെൻറ്റൻസ് എടുക്കുകയാണെങ്കിലും ആ സെൻറ്റൻസിലെ ഓരോ വാക്കും ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വാക്കുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ, വേർതിരിച്ചറിയാൻ, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വാക്കുകളൊക്കെ പേര് നൽകിയിട്ടുള്ളത്. നമ്മൾ മനുഷ്യന്മാർക്കൊക്കെ പേര് കൊടുക്കുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇത്രയും 8 പാർട്സ് ഓഫ് സ്പീച്ചാണ് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിൽ പൊതുവായിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോന്ന് ഏതൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് എന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നോക്കിയേ, നമുക്ക് ഒന്നാമത്തെ പാർട്സ് ഓഫ് സ്പീച്ചാണ് നൗൺ എന്ന് പറയുന്നത്. നൗൺ. ഓക്കെ, നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ടാവും നൗൺ എന്ന് പറയുന്ന സാധനം എന്താണ്. വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ നൗൺസ് ആർ ദ വേർഡ്സ് ദാറ്റ് റെഫർ ടു നെയിം ഓഫ് പേഴ്സൺ, പ്ലേസസ് ഓർ തിങ്സ്, ഐഡിയ. അതായത് നൗൺ എന്ന് പറയുന്നത് ചില വാക്കുകൾ. എന്താ വാക്കിൻ്റെ പ്രത്യേകത? ദാറ്റ് റെഫേഴ്സ് ടു ദ നെയിം. എന്തിനെ കാണിക്കുന്ന വാക്കായിരിക്കും? പേരുകളെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. അപ്പോൾ നമ്മുടെ ഭാഷയിൽ പേരുകളെ സൂചിപ്പിക്കുന്ന വാക്കൊക്കെ നൗൺ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക. ഇതിനെ മലയാളം എടുക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഇതിന് നമ്മൾ നാമം എന്ന് പറയും. നാമം, വാക്കുകൾ, പേരുകൾ. അപ്പം എന്തിൻ്റെയൊക്കെ പേരാ സാധാരണ പറയാറുള്ളത്? നെയിം ഓഫ് എ പേഴ്സൺ, അതൊരു വ്യക്തിയുടെ പേരാവാം. നെയിം ഓഫ് പ്ലേസസ്, സ്ഥലങ്ങളുടെ പേരാവാം. നെയിം ഓഫ് തിങ്സ്, വസ്തുക്കളുടെ, സാധനങ്ങളുടെ പേരാവാം. ഓർ ഐഡിയ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന ആശയങ്ങൾ. ഈ ആശയങ്ങൾക്കൊക്കെ നമ്മൾ പേരിട്ടിട്ടുണ്ടെങ്കിൽ ആ പേരുകളൊക്കെ വിളിക്കുന്നത് നൗൺ എന്നാണ്. ലോകത്ത് നമ്മൾ മനുഷ്യന്മാർ എന്തിനൊക്കെ പേരിട്ടിട്ടുണ്ടോ ആ പേരുകളെ സൂചിപ്പിക്കുന്ന വാക്കൊക്കെ ഒരു നൗണാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നോക്കിയേ, കൗ എന്ന് പറയുന്നത് 4 കാലിൽ നടക്കുന്ന ആ മൃഗത്തിന് നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു പേരാണ്. സോ കൗ എന്ന് പറയുന്ന വാക്ക് ഒരു പേരിനെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് ദ വേർഡ് കൗ ഈസ് എ നൗൺ. ഇനി നോക്കിയേ വേറൊരു എക്സാമ്പിൾ, പെൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ്. ആ പെൻ എന്ന് പറയുന്ന വാക്ക് ഒരു പേരിനെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് അതിനെ നമുക്ക് എന്താ പറയുക, ഒരു നൗൺ എന്ന് വിളിക്കാം. ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നോക്കി, ഡോഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് എ നെയിം ഓഫ് എൻ ആനിമൽ. ഒരു മൃഗത്തിൻ്റെ പേരാണ്. മൃഗത്തിൻ്റെ പേരായതുകൊണ്ട് നമുക്കതിനെ എന്ത് വിളിക്കാം? നൗൺ എന്ന് വിളിക്കാം. ഈ ഡോഗ് എന്ന് പറയുന്ന വേർഡ് പേരിനെ സൂചിപ്പിക്കുന്നു. സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, അല്ലേ, ഒരു സംവിധാനത്തിൻ്റെ പേരാണ് സ്കൂൾ. ആ സ്കൂൾ എന്ന് പറയുന്നത് ഒരു പേരാണ്. ആ പേരായതുകൊണ്ട് അതിനെ നമുക്ക് നൗണിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇന്ത്യ ഈസ് എ നെയിം ഓഫ് എ കൺട്രി, അല്ലേ, ഒരു രാജ്യത്തിൻ്റെ പേര്. ആ പേരിന് സൂചിപ്പിക്കുന്ന വാക്കാണ് ഇന്ത്യ. നോക്കി, ലവ് എന്ന് പറയുന്നത് ഒരു വികാരത്തിൻ്റെ പേരാണ്. ആ വികാരത്തിന് നമ്മളിട്ടിരിക്കുന്ന പേരാണ് ലവ്. മലയാളത്തിലാണെങ്കിൽ പ്രണയം എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ. ഈ ലവ് എന്ന് പറയുന്ന വാക്ക് ഒരു പേരിനെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു വികാരത്തിൻ്റെ പേരായതുകൊണ്ട് നമുക്കതിനെ നൗൺ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ, നൗണിനെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എ നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ്. നൗൺ എന്ന് പറയുന്നത് പേരുകൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ പേരിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ 2-3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നോക്കി, രാജു ലിവ്സ് അറ്റ് കാലിക്കറ്റ്. ഈ സെൻറ്റൻസിൽ നമുക്ക് റെഡ് ഗിൽക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. രാജു എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ്. സോ രാജു ഈസ് എ നെയിം. ഇനി കാലിക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെയിം ഓഫ് എ പ്ലേസ്, അല്ലേ, ഒരു സ്ഥലത്തിൻ്റെ പേരായതുകൊണ്ട് അതും നൗണാണ്. കാലിക്കറ്റ് എന്ന് പറയുന്ന വാക്ക് നൗണാണ്. താഴെ കാണാം അമൽ റാണി. ഈ അമലും റാണിയും രണ്ടാളും ഈ പറയുന്ന വ്യക്തികളുടെ പേരിനെ സൂചിപ്പിക്കുന്ന വാക്കായതുകൊണ്ട് അവർ രണ്ടിനെയും നമുക്ക് നൗണിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ദെൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നതും നൗണാണ്. കാര്യം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഭാഷയുടെ പേരാണ്.
ഒരു ഭാഷയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് അല്ലെങ്കിൽ മനുഷ്യർ കൊടുത്തിരിക്കുന്ന പേരാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് ഇംഗ്ലീഷിനെ നമുക്ക് നൗണിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഇങ്ങനെ നമ്മൾ ലോകത്ത് എന്തിനൊക്കെയോ പേരിട്ടിട്ടുണ്ടോ, ആ പേരിട്ട സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ആ പേരിനെ സൂചിപ്പിക്കുന്ന സാധനങ്ങളല്ല, വസ്തുവല്ല, ആ പേരിനെ സൂചിപ്പിക്കുന്ന ആ വാക്കൊക്കെ ഏത് കാറ്റഗറിയിൽ വരും? നമ്മുടെ നൗണിൻ്റെ കാറ്റഗറിയിൽ വരും. സോ നൗൺ ഈസ് എ വേർഡ് ദാറ്റ് ഷോസ് നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ്, ഐഡിയ. എന്തിനേയും ഈ പറയുന്ന പേരിട്ടിരിക്കുന്ന ഏതൊരു കാര്യത്തിനെയും നമുക്ക് ആ വാക്കിനെ നൗൺ എന്ന് വിളിക്കാം. ഓക്കെ, സോ നൗൺ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ നൗൺ എന്ന് പറയുന്നത് കുറേ അധികം കാറ്റഗറീസ് ഉണ്ട്, പല തരത്തിലുള്ള നൗണുകളുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ കാറ്റഗറി ഓഫ് നൗണുകളാണ് നമുക്കുള്ളത് എന്ന് നോക്കിയേ. ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്സ് ഓഫ് നൗൺസ്. ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്സ് ഓഫ് നൗൺസ്. നൗണിൻ്റെ ടൈപ്പുകളാണ് പറയാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ അതിനെ ക്ലാസിഫിക്കേഷൻ എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ ക്ലാസിഫിക്കേഷൻ എന്ന് പ്രത്യേകം കൊടുക്കാൻ കാര്യം. ടൈപ്സ് ഓഫ് നൗൺ, എത്ര തരം നൗണുകളാണ്? പലതരത്തിൽ നൗണുകളുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ സൂചിപ്പിച്ചതല്ലാത്ത രീതിയിലുള്ള മറ്റു തരത്തിൽ ഇഷ്ടംപോലെ നൗണുകളുണ്ട്. പക്ഷെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രം പഠിച്ചാൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ഏതൊക്കെ നൗണുകളാണെന്ന് മാത്രമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ തരം നൗൺ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്റ്റ് നൗൺ. കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്റ്റ് നിങ്ങൾ മനസ്സിലിങ്ങനെ ഉണ്ടായിരിക്കണം, ഈ വാക്കുകളൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. വാട്ട് ഈസ് എ കോൺക്രീറ്റ് നൗൺ എന്ന് ചോദിക്കാൻ സാധ്യത കുറവാണ്. അറ്റ് ദ സെയിം ടൈം ഒരു നൗണ് തന്നിട്ട് വാട്ട് കൈൻഡ് ഓഫ് നൗൺ ഈസ് ദിസ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കോൺക്രീറ്റ് ആണോ അബ്സ്ട്രാക്റ്റ് ആണോ, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാറ്റഗറിയാണ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. മറ്റൊരു കാറ്റഗറിയാണ് കോമ്പൗണ്ട് ആൻഡ് പൊസസീവ് നൗൺസ്. മറ്റൊന്നാണ് സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ്. ഇത്രയാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കാറ്റഗറി. അപ്പോൾ ഈ കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ഒരു നൗണിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവണം ഇത് ഈ കാറ്റഗറിയാണ് എന്ന് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റണം. ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ തരം ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ്റെ പേരുകൾ കേട്ടാൽ തന്നെ കോൺക്രീറ്റ്, അബ്സ്ട്രാക്റ്റ്, കൗണ്ടബിൾ, അൺകൗണ്ടബിൾ, ഇങ്ങനെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എന്ത് തരം നൗണാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ഈ നൗണുകളുടെ ടൈപ്സിൽ പറയുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഒന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു, പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽപ്പെട്ട ഒന്നാമത്തതാണ് കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്റ്റ് നൗൺ. നൗണുകളുടെ ഒരു കാറ്റഗറിയാണ്. ആദ്യം നമ്മൾ നൗൺ എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. നൗൺ എന്ന് പറഞ്ഞാൽ പേരിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അതിൽപ്പെട്ട ഒരു കാറ്റഗറിയാണ് കോൺക്രീറ്റ് നൗണുകളും അബ്സ്ട്രാക്റ്റ് നൗണുകളും. ഓക്കെ, എന്താണ് ഈ കോൺക്രീറ്റ് നൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോൺക്രീറ്റ്, ആ വാക്ക് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അല്ലേ? നമ്മുടെയൊക്കെ നാട്ടിൽ കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കാറുണ്ട്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സമയത്തൊക്കെ നമുക്ക് കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശമൊക്കെ ഈ കോൺക്രീറ്റ് നൗൺ എന്താന്ന് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ദോസ് നൗൺസ് വിച്ച് ആർ ടാഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് പ്രത്യക്ഷമായ അല്ലെങ്കിൽ സ്പർശിക്കാൻ സാധിക്കുന്ന ഈ പ്രകടമായ രൂപമുള്ളത്, ഇതൊക്കെയാണ് ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ അർത്ഥം. ദോസ് നൗൺസ് വിച്ച് ആർ ടാഞ്ചിബിൾ ഓർ അല്ലെങ്കിൽ ഹാവ് എ റിയൽ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഈസ് കോൾഡ് കോൺക്രീറ്റ് നൗൺ. അതായത് നമുക്ക് സ്പർശിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു റിയൽ ഫിസിക്കൽ എക്സിസ്റ്റൻസ്, ഒരു ഭൗതികമായി ഫിസിക്കലി നമുക്ക് കാണാനും തൊടാനൊക്കെ കഴിയുന്ന രൂപത്തിലുള്ള നൗണുകൾ വിളിക്കുന്ന പേരാണ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. അതായത് ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമുക്ക് തൊടാൻ പറ്റും, കാണാൻ പറ്റും. ഇങ്ങനെ തൊടാനും കാണാനൊക്കെ പറ്റുന്ന ഒരു ഫിസിക്കൽ രൂപമുള്ള, ഒരു ഭൗതികമായ ഒരു രൂപമുള്ള, അല്ലെങ്കിൽ ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സ്പർശിക്കാൻ പറ്റുന്നത്, രൂപമുള്ളത്, അല്ലെങ്കിൽ എന്താ പറയുക പ്രത്യക്ഷമായത്, കാണാൻ സാധിക്കുന്നത്, ഇതിനൊക്കെ ടാഞ്ചിബിൾ എന്ന് പറയാം. അതുപോലെ ഫിസിക്കലായിട്ട് നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നൗണുകൾ വിളിക്കുന്ന പേരാണ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ, ഞാനൊരു പെൻ എന്ന് പറയുന്ന വാക്ക്, പെൻ എന്ന് പറയുന്ന നൗണാണ് നമുക്കറിയാം.
ഈ പെൻ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? നമുക്ക് കാണാനും തൊടാനും ഉപയോഗിക്കാനും ഒക്കെ പറ്റുന്ന ഒരു വസ്തുവിൻ്റെ പേരാണ് പെൻ. ഓക്കെ. അപ്പൊ ഇങ്ങനെ കാണാനും തൊടാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന വസ്തുക്കളുടെ പേരിനെ വിളിക്കുന്ന പേരാണെന്ത്? കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. മറ്റൊന്ന് നോക്കിയേ, കാർ. കാർ എന്ന് പറയുന്ന സാധനം ഇതുപോലെ തന്നെയാണ്. നമുക്ക് കാണാം, അല്ലേ? നമുക്ക് തൊടാം. അതിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ്, അതിൻ്റെ ഭൗതികമായ ഒരു നിലനിൽപ്പ്, അത് ശരിക്കും ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ടാഞ്ചിബിൾ ആണ്. അതുകൊണ്ട് അതിനെ നമുക്ക് കോൺക്രീറ്റ് നൗൺ എന്ന് വിളിക്കാം. ഇന്ത്യ നോക്കിയേ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, അല്ലെ? ലോകത്തിൻ്റെ ഗ്ലോബ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എക്സിസ്റ്റിംഗ് ആണ്, നിലനിൽക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നതാണ്. നമുക്കതിനെ തൊടാനോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇങ്ങനെ തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടും ഇന്ത്യ എന്ന് പറയുന്ന വാക്ക്, ഈ വാക്ക് നൗണാന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അത് ഏതും തന്നെയാണ് കോൺക്രീറ്റ് നൗണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റൊന്ന് സ്റ്റുഡൻസ്. എക്സാമ്പിളാണ് സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഒരു സങ്കല്പമല്ല, അല്ലേ? വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന, ഇങ്ങനെ തൊട്ട് നോക്കാനൊക്കെ പറ്റുന്ന ഒരു കൂട്ടം ആളുകളെയാണ് വിദ്യാർത്ഥികൾ എന്ന് നമ്മൾ വിളിക്കാം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നതും എന്തിന് എക്സാമ്പിളാണ്? കോൺക്രീറ്റ് നൗണുകൾക്ക് എക്സാമ്പിളാണ്. സോ കോൺക്രീറ്റ് നൗൺ എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല. ഈ കോൺക്രീറ്റ് നൗണുകളെ കുറിച്ച് വിശദമായിട്ടൊന്നും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല. ജസ്റ്റ് ഒരു സെൻറ്റൻസ് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഒരു സെൻറ്റൻസിലാണ് ഒതുക്കിയിട്ടുള്ളത്. കാര്യം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പരീക്ഷയ്ക്ക് എസ്സേ എഴുതാനൊന്നും പരീക്ഷയ്ക്ക് വരാറില്ല. ഓക്കെ. അപ്പോൾ ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഉറച്ച, കാണാൻ പറ്റുന്ന, ഫിസിക്കലി നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്ന ടാഞ്ചിബിൾ ആയിട്ടുള്ള വസ്തുക്കളുടെ പേരിനെ വിളിക്കുന്ന പേരാണെന്ത്? കോൺക്രീറ്റ് നൗൺ എന്ന് വിളിക്കുന്നത്. ഇനി നോക്കി രണ്ടാമത്തത് അബ്സ്ട്രാക്റ്റ് നൗൺ. ദ നൗൺസ് വിച്ച് ഡു നോട്ട് ഹാവ് എ മെറ്റീരിയൽ ഷേപ്പ്. ഒരു മെറ്റീരിയൽ ഷേപ്പ് ഇല്ലാത്തത്, ഒരു പ്രത്യേകിച്ച് ഒരു ഷേപ്പ് നമുക്ക് അറിയില്ല. ബട്ട് റെഫർ ടു ഫീലിങ്സ്, ഐഡിയാസ്, ക്വാളിറ്റീസ്. അതായത് ഫീലിങ്സിനെ കാണിക്കുന്ന, ഐഡിയകളെ കാണിക്കുന്ന, ക്വാളിറ്റിയെ കാണിക്കുന്ന നൗണുകൾ വിളിക്കുന്ന പേരാണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്റ്റ്. ഈ അബ്സ്ട്രാക്റ്റ് നൗണുകളെ നമുക്ക് കാണാനോ തൊടാനോ ഒന്നും പറ്റില്ല. നമുക്ക് ആകെ അതിനെ ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഫീൽ ചെയ്യാൻ മാത്രം പറ്റുന്ന വസ്തുക്കൾ, അല്ലെങ്കിൽ അത്തരം എന്താ പറയുക അനുഭവങ്ങളുടെ പേരാണെന്ത്? ഈ പറയുന്ന അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കിയേ, ലവ്. ലവ് എന്ന് പറയുന്നത് ഒരു വികാരത്തിൻ്റെ പേരാണ്, ലവ്. ഈ പ്രണയം എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് കാണാനോ തൊടാനോ രുചിക്കാനൊന്നും പറ്റില്ല. നമുക്കത് അനുഭവിക്കാൻ, ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കതിനെ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയാം. മറ്റൊരു എക്സാമ്പിൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഹങ്കർ. എന്താ ഹങ്കർ എന്ന് പറഞ്ഞാൽ? വിശപ്പ്, അല്ലേ? വിശപ്പ് നമുക്ക് കാണാൻ പറ്റുമോ? ഒരാൾ നടന്നു വരുന്നുണ്ട്, ആ നടന്നു വരുന്ന അയാളെ നമുക്ക് കാണാം, അല്ലേ? മനുഷ്യൻ, മാൻ എന്ന് പറയുന്നത് നമുക്ക് കോൺക്രീറ്റ് നൗണായിട്ട് കാണാൻ പറ്റും. അതേ സമയത്ത് അയാളുടെ വയറിൽ ഭയങ്കരമായ വിശപ്പുണ്ട്. ഈ വിശക്കുന്ന സാധനത്തിന് നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കൂല, നമുക്ക് തൊട്ടു നോക്കാൻ പറ്റൂല. ഇത് എത്ര വിശപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടി തൊട്ടു നോക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് വിളിക്കാം. മറ്റൊന്ന് സ്ലീപ്പ്. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന വ്യക്തിയെ കാണാം, പക്ഷെ ഉറക്കത്തെ കാണാൻ കഴിയില്ല. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് ആ പ്രോസസ്സിൻ്റെ ഒരു പേരാണ്, അല്ലേ? നൗണാണ്. പക്ഷേ അത് നമുക്ക് കാണാൻ പറ്റാത്തൊരു സാധനമായതുകൊണ്ട് ഇതിനെ നമുക്ക് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് വിളിക്കാം. ഉറങ്ങുന്ന ആളെ കാണാൻ പറ്റുള്ളൂ, ഉറങ്ങുന്ന ഉറക്കത്തെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനോ തൊട്ടു നോക്കാനോ, അല്ലേ? എത്ര ആഴത്തിലാണ് ഇയാൾ ഉറങ്ങുന്നത് എന്ന് നമുക്ക് അളന്നു നോക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് അതിനെ നമുക്ക് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് വിളിക്കാം. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ലവ്. ലവ് എന്ന് പറയുന്നത് ഒരു ഫീലാണ്. ഈ ഫീൽ, അല്ലേ? നിനക്ക് എന്നോട് എത്ര പ്രണയമുണ്ടെന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ആ പ്രണയം നമുക്ക് തുറന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അത് തൂക്കി കാണിച്ചു കൊടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അത് തുറന്ന് ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് തൊട്ട് നോക്കൂ എൻ്റെ പ്രണയം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട്, അത് കാണാനോ തൊടാനോ ഒന്നും പറ്റാത്തൊരു സാധനം, ഒരു 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 പ്രത്യേകമായ വികാരത്തിൻ്റെ പേരായതുകൊണ്ട് ലവ് എന്ന് പറയുന്ന ഈ വാക്ക് നമുക്ക് കോൺക്രീറ്റ് നൗണിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അത് അബ്സ്ട്രാക്റ്റ് നൗണാണ്. മറ്റൊന്ന് പെയിൻ, വേദന കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് നല്ല തലവേദന ഉണ്ട്.
ഈ തലവേദന എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ദേ നോക്ക് ഇത്ര തലവേദന എനിക്കുണ്ട് എന്നൊരിക്കലും നമുക്ക് കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അപ്പുറത്തെ ആൾക്ക് ആ തലവേദന തൊട്ട് നോക്കാനോ പറ്റുമോ? ദാ ഓ ഇത്രമാത്രം തലവേദന ഉണ്ടല്ലേ എന്ന് തൊട്ട് നോക്കി അനുഭവിക്കാൻ നമുക്ക് സാധിക്കൂല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണാനും തൊടാനും പറ്റാത്തത് കൊണ്ട് നമുക്കതിനെ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് വിളിക്കാം. മറ്റൊന്ന് എയർ, വായു. നമ്മളൊക്കെ ശ്വസിക്കുന്നത് വായുവാണ്. ഈ ശ്വസിക്കുന്ന വായു നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുക? ഈ ശ്വാസം ഇങ്ങനെ അകത്തേക്ക് വരുന്നു പോകുന്ന ഫീലിങ്ങിലൂടെ മാത്രം മനസ്സിലാക്കാൻ പറ്റൂ. നമുക്കത് കാണാൻ പറ്റൂല. വായുവിനെ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റൂല. ഇങ്ങനെ കാണാനും തൊടാനും പറ്റാത്ത അനുഭവത്തിലൂടെ മാത്രം അല്ലെങ്കിൽ ചിന്തകളിൽ മാത്രം നിൽക്കുന്ന പേരുകൾ അല്ലെങ്കിൽ നിൽക്കുന്ന ആശയങ്ങളുടെ വികാരങ്ങളുടെയൊക്കെ പേരിനെ വിളിക്കുന്ന പേരാണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ കോൺക്രീറ്റ് നൗൺ എന്താണ്, അബ്സ്ട്രാക്റ്റ് നൗൺ എന്താന്ന് പറഞ്ഞു. കോൺക്രീറ്റ് നൗൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് തൊടാനും കാണാനും ഒക്കെ പറ്റുന്ന വസ്തുക്കളുടെ പേരിനെ സൂചിപ്പിക്കുക അല്ലെങ്കിൽ പേരിനെയാണ് കോൺക്രീറ്റ് നൗൺ എന്ന് വിളിക്കുക. അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങൾക്കൊന്നും പറ്റാത്ത ആശയങ്ങളാവാം, അത് ഫീലിങ്സ് ആവാം, അല്ലെങ്കിൽ ക്വാളിറ്റീസ് ആവാം, എന്തും ആവാം. ഇത്തരം സാധനങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്, അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, അബ്സ്ട്രാക്റ്റും കോൺക്രീറ്റും. ഇനി നമുക്ക് ഈ കോൺക്രീറ്റ് നൗണുകൾ നോക്കിയേ. കോൺക്രീറ്റ് നൗൺസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4. നമ്മൾ നേരത്തെ പറഞ്ഞ അബ്സ്ട്രാക്റ്റും കോൺക്രീറ്റിലുള്ള കോൺക്രീറ്റ് നൗണുകൾ നമുക്ക് 4ആയിട്ട് തരംതിരിച്ച് കാണുന്നുണ്ട്. 4 തരം കോൺക്രീറ്റ് നൗണുകളുണ്ട്. അതിൽപ്പെട്ട ഒരു നൗണാണ് പ്രോപ്പർ നൗൺ. ആ വാക്ക് തന്നെ ഉണ്ട് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രോപ്പറായ. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ കൃത്യമായത് എന്നർത്ഥം. കൃത്യമായ പേരുകളെ നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. കൃത്യമായ പേര് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. നോക്കിയേ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പട്ടി, എക്സാമ്പിൾ ഒരു പട്ടി. ഈ പട്ടി എന്ന് പറയുമ്പം ഡോഗ് എന്ന് പറയുന്ന ഈ സാധനം ഇതൊരു നൗണാണ്, സംശയമില്ലല്ലോ. ഡോഗ് ഈസ് എ നൗൺ, ഒരു സംശയമില്ല. ഈ ഡോഗിന് ഡോഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഡോഗും ആവാം. അതേ സമയത്ത് ഡോഗിന് ഞാൻ CID മൂസയിലൊക്കെ പറഞ്ഞ പോലെ അർജുൻ എന്ന് പറയുന്ന ഒരു പേരിട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഈ അർജുൻ എന്ന് പറയുമ്പം പിന്നെ നമ്മൾ അർജുൻ എന്ന് പറയുന്നതോടുകൂടി നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു പട്ടിയല്ലേ വരിക. ആരെ വരിക? ഈ സ്പെസിഫിക് ആയ ഒരു പ്രത്യേകമായ ഈ പട്ടിയുടെ ചിത്രം അല്ലെങ്കിൽ ആ ഒരു ഓർമ്മയായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. ഇങ്ങനെ കൃത്യമായി നമ്മൾ ഒരു പ്രത്യേകമായി പേരിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം പേരുകളെ വിളിക്കുന്നതാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കി, ഫ്രണ്ട് എന്ന് പറയുക. ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു നൗണാണ്. അതേസമയം ഫ്രണ്ട് എന്ന് ഞാൻ വെറുതെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു എന്ന് പറയുമ്പോൾ അത് ഏത് ഫ്രണ്ടും ആവാം. അത് ഇന്ന ഫ്രണ്ട് എന്നില്ല, കുറേ നാട്ടിലുള്ള എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്, പല രീതിയിൽ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അത് പ്രോപ്പർ അല്ല. അത് ഏത് ഫ്രണ്ട് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് കൃത്യമായി സ്പെസിഫിക് ആയി പറയണ്ട. ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഉദാഹരണം പറയുകയാണെങ്കിൽ രാഹുൽ എന്ന് വിചാരിക്കുക. രാഹുൽ എന്ന് പറയുന്ന ഈ വാക്ക് പറയുന്നതോടുകൂടി ഇത് ഏത് ഫ്രണ്ടാന്ന് കൃത്യമായി, അങ്ങനെ കൃത്യമായി പേര് നൽകിയിരിക്കുന്ന നൗണുകളെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ നൗൺ. ഇവിടെ എന്താ ഡെഫിനിഷനിൽ പറയുന്നത് നോക്കിയേ. എ പ്രോപ്പർ നൗൺ ഈസ് ദ നെയിം ഓഫ് എ സ്പെസിഫിക് പേഴ്സൺ. അത് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക വ്യക്തിയുടെ പേരാവാം, പ്ലേസ് ഒരു സ്ഥലത്തിൻ്റെ പേരാവാം, ഓർ തിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പേരാവാം. പക്ഷേ നമ്മൾ പേരിട്ടിരിക്കണം. ഞാനൊരു സ്ഥലത്തേക്ക് പോകാന്ന് പറയുമ്പോൾ ആ സ്ഥലം എന്ന് പറയുന്നത് ഒരു നൗണാണ്, പക്ഷെ പ്രോപ്പർ അല്ല. അതേസമയം ഞാൻ കോഴിക്കോട് പോകാന്ന് പറയുമ്പം കോഴിക്കോട് എന്ന് പറയുന്ന വാക്ക് നമ്മളൊരു പ്രത്യേക സ്ഥലത്തിന് മാത്രം ഇട്ട് കൊടുത്തിരിക്കുന്ന പ്രോപ്പറായ പേരായതുകൊണ്ട് നമുക്കതിനെ പ്രോപ്പർ നെയിം എന്ന് വിളിക്കാം. ഓക്കെ, ഞാൻ അവനെ കണ്ടു എന്ന് പറയുന്നിടത്ത് ഈ അവനെ മാറ്റിയിട്ട് ഞാൻ സുഹൈലിനെ കണ്ടു എന്ന് പറയുമ്പം സുഹൈൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന പ്രോപ്പറായ പേരാണ്. സുഹൈൽ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ മറ്റാരുമായിട്ട് അവനെ മാറാൻ സാധ്യതയില്ല. സുഹൈൽ എന്നുള്ളത് പ്രോപ്പറാണ്, സ്പെസിഫിക് ആണ്. അത് നമ്മൾ വ്യക്തിക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന ആ വ്യക്തിക്ക് മാത്രം കൊടുത്തിരിക്കുന്ന പേരാണ് സുഹൈൽ. അതുകൊണ്ട് അതിനെ പ്രോപ്പർ എന്ന് വിളിക്കാം, പ്രോപ്പർ നൗൺ എന്ന് വിളിക്കാം. തിങ്സ് നോക്കിയേ, നമ്മൾ ചില ആളുകൾക്കൊക്കെ ഒരു ശീലം ഉണ്ടെന്ത്, അവരുപയോഗിക്കുന്ന പിന്നെ സാധനങ്ങൾക്കൊക്കെ ചിലപ്പോൾ പേരിടും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു പേന ഉപയോഗിക്കുന്നുണ്ട്.
ഓക്കെ, ഇതെൻ്റെ പേനയാണ്. ഈ പേന എനിക്ക് അത്ര ഇഷ്ടമാണ്. അത്ര ഇഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്ന ഗിഫ്റ്റായി തന്ന ഒരു പേന എന്ന് വിചാരിക്കാം. ഈ പേനയ്ക്ക് പെൻ എന്ന പേരാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ ഇത് പ്രോപ്പറാന്ന് പറയാൻ പറ്റില്ല. കാരണം പെൻ എന്ന് പറഞ്ഞാൽ ഈ കാറ്റഗറിയിലുള്ള എല്ലാ വസ്തുക്കളുടെ പേരും പെന്നാണ്. ഞാൻ ഈ പെന്നിന് ജോണി എന്നുള്ളൊരു പേരിട്ടെന്ന് വിചാരിക്കാം. ജോണിക്കുട്ടൻ, ജോണി. ഇങ്ങനെ ഞാൻ ജോണി എന്ന് ആ പേനയ്ക്കൊരു പേരിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ജോണി എന്നുള്ള വാക്ക് പ്രോപ്പർ നൗണാണ്. ഓക്കെ. സോ നമ്മൾ വളരെ സിമ്പിളായി പറയാം. നമ്മൾ വ്യക്തികൾക്കും സ്ഥലങ്ങൾക്കും വസ്തുക്കൾക്കൊക്കെ പേരിട്ട് കൊടുത്താൽ ആ കൃത്യമായൊരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേരിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രോപ്പർ നൗൺ എന്ന് വിളിക്കുക. ഓക്കെ, പ്രോപ്പർ നൗൺ. ആ പേര് സ്പെസിഫിക് ആയി നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആ പേരിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ നൗൺ. ഈ പ്രോപ്പർ നൗൺ ഒരു പ്രത്യേകമായ പേരായതുകൊണ്ട് ഇതിനൊരു വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? നമ്മൾ പ്രോപ്പർ നൗണുകൾ എഴുതുന്ന സമയത്ത് നോക്കി, ഇറ്റ് ആൾവേസ് ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. പ്രോപ്പർ നൗണുകൾ എഴുതുമ്പോൾ എപ്പോഴും അതിൽ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ എൻ്റെ പേര് അയ്യൂബ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അയ്യൂബ് എന്ന് എഴുതുമ്പം എൻ്റെ പേര് പ്രോപ്പറാണ്, കൃത്യമായ പേരാണ്, എനിക്ക് മാത്രം ഇട്ടെന്ന, എൻ്റെ വീട്ടിൽ എനിക്ക് മാത്രം ഇട്ടെന്ന പേരാണ്. അതുകൊണ്ട് നോക്കി അതിന് ഫസ്റ്റ് ലെറ്റർ നമ്മൾ ക്യാപിറ്റൽ കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു കോഴിക്കോട് എന്ന് പറയുന്നത്, അത് നമ്മൾ ആ ഒരു സ്ഥലത്തിന് വേണ്ടി മാത്രം ഇട്ടുകൊടുത്ത പേരായതുകൊണ്ട് കോഴിക്കോടിൻ്റെ ആദ്യത്തെ കെ എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. ഡൽഹി, ഡൽഹി എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ സ്ഥലത്തിൻ്റെ പേരായതുകൊണ്ട് ഡൽഹിയുടെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ഇങ്ങനെ പ്രോപ്പർ നൗൺസ് ആൾവേസ് ബിഗിൻ വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. എപ്പോഴും ഒരു ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും നമ്മൾ പ്രോപ്പർ നൗണുകൾ ആരംഭിക്കേണ്ടത്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ട് നോക്കിയേ. വ്യക്തികളാണെങ്കിൽ രാഹുൽ ഈസ് എൻ എക്സാമ്പിൾ, നെഹ്റു, മാരി, ഇതൊക്കെ ഓരോ വ്യക്തികൾക്ക് നമ്മൾ ആ പ്രത്യേകമായ വ്യക്തികൾക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുത്ത പേരായതുകൊണ്ട് അതിനെ നമുക്ക് പ്രോപ്പർ നോക്കി. രാഹുലിൻ്റെ R ക്യാപിറ്റലാണ്, നെഹ്റുവിൻ്റെ N ക്യാപിറ്റലാണ്, മാരിയുടെ M ക്യാപിറ്റലാണ്. മറ്റൊന്ന് പ്ലേസ്, സ്ഥലങ്ങൾക്ക് എക്സാമ്പിളാണ് കേരള. കേരള എന്ന് പറയുന്നത് ഇന്ത്യയിൽ വേറെ കേരള ഇല്ല, പ്രത്യേകമായ ഒരു സ്ഥലത്തിന് വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുന്ന പേരാണ് കേരള. അതുപോലെ ഇന്ത്യ, ലണ്ടൻ, ഇതൊക്കെ ഒരു സ്ഥലങ്ങൾക്ക് നമ്മൾ കൊടുത്ത പേരുകളാണ്, പ്രോപ്പറായ പേരാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേര് അതിന് ഫസ്റ്റ് ലെറ്റേഴ്സ് ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ സ്ഥലങ്ങൾക്കുള്ള എക്സാമ്പിളാണ് പ്രോപ്പർ നൗണുകളുടെ. മറ്റൊന്ന് തിങ്സ്, സാധനങ്ങൾക്ക് എക്സാമ്പിൾ നോക്കിയേ. സാധനങ്ങൾ വളരെ സിമ്പിൾ. ബൈബിൾ അല്ലേ? ബൈബിൾ എന്ന് പറയുന്നത് ഒരു സാധനമാണ്, അതൊരു ഗ്രന്ഥമാണ്, അതൊരു വ്യക്തിയല്ല, ഒരു സ്ഥലമല്ല, അത് തിങ്ങിൻ്റെ കാറ്റഗറിയിലാണ് വരിക. ആ വസ്തുവിന് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന പേരാണ് ബൈബിൾ. ബൈബിൾ എന്ന് പേരിട്ട ആ സാധനം അത് അതന്നെയുള്ളൂ, വേറില്ല, പ്രോപ്പറായ പേരാണ്. അതുകൊണ്ട് ബൈബിളിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്. താജ്മഹൽ, അതൊരു നിർമ്മിതിയാണ്, അതൊരു വ്യക്തിയുമല്ല സ്ഥലവുമല്ല, ഒരു നിർമ്മിതി അല്ലെങ്കിൽ ഒരു വസ്തുവാണ്. ആ വസ്തുവിന് നമ്മൾ അതിനു വേണ്ടി മാത്രം ഇട്ട് കൊടുത്തിരിക്കുന്ന പേരാണ് താജ്മഹൽ. അതുകൊണ്ട് നോക്കിയേ T-യും M-ഉം ക്യാപിറ്റലാണ്. സാംസങ്, സാംസങ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ പേരാണ്. ഈ സാംസങ് എന്നുള്ള പേരുള്ള വേറൊരു സാധനം വേറെ എവിടെ ഉണ്ടാവില്ല. അപ്പം നോക്കി, ഇങ്ങനെ ഓരോ വസ്തുക്കൾക്കും ഓരോ വ്യക്തികൾക്കും ഓരോ സ്ഥലങ്ങൾക്കൊക്കെ നമ്മൾ കൃത്യമായി കൊടുത്തിരിക്കുന്ന പേരുകളെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പ്രോപ്പർ നൗൺ. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റ് നൗണുകൾക്ക് 4 കാറ്റഗറി ഉണ്ട്. കോൺക്രീറ്റ് നൗൺ എവിടുന്നാ വന്നത്? നൗണുകൾ പല രീതിയിലുണ്ട്, അതിൽപ്പെട്ട ഒരു രീതിയാണ് കോൺക്രീറ്റും അബ്സ്ട്രാക്റ്റും. ആ കോൺക്രീറ്റും അബ്സ്ട്രാക്റ്റിലെയും കോൺക്രീറ്റിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി മറ്റൊന്ന് കോമൺ നൗൺ, കോമൺ ആയിട്ടുള്ളത്. കോമൺ, അതൊക്കെ ഈ വാക്കുകൾ ഓർത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേ. കോമൺ ഓക്കെ, അതായത് നെയിംസ് യൂസ്ഡ് ഇൻ കോമൺ, നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ. എന്തിനാ കോമൺ ആയിട്ട് ഉപയോഗിക്കുക? ടു ഡിസ്ക്രൈബ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ വിവരിക്കാൻ വേണ്ടിയിട്ടോ, തിങ്, വസ്തുവിനെ, ബിലോങ്ങിങ് ടു ദ സെയിം ക്ലാസ് ഓർ കൈൻഡ്, ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള ഒരു ആളുകളെ, ഒരു വിഭാഗം ആളുകളെ കോമൺ ആയി പറയുന്ന പേരുകളൊക്കെ കോമൺ നൗണാണ്. മനസ്സിലായിട്ടില്ല? ഫോർ എക്സാമ്പിൾ, ഡോക്ടർ എന്ന് പറയുന്നത് മനുഷ്യന്മാർക്കിടയിലെ ഒരു പ്രത്യേക തരം ജോലി ചെയ്യുന്ന വിഭാഗത്തിനെ പൊതുവായി വിളിക്കുന്ന പേരാണ് ഡോക്ടർ. ഓക്കെ, അപ്പം അതിനെ നമുക്ക് കോമൺ നൗൺ എന്ന് വിളിക്കാം.
മറ്റൊരു എക്സാമ്പിൾ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാൻ. മാൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ഒരു ഒറ്റൊന്നിൻ്റെ പേരല്ല. എന്താ? മനുഷ്യന്മാർക്കിടയിലെ പുരുഷന്മാരെ വിളിക്കുന്ന പേര്. പുരുഷന്മാരായ എല്ലാവരെയും കോമൺ ആയി വിളിക്കുന്ന പേരാണ് മാൻ. അതുകൊണ്ട് തന്നെ കോമൺ നൗൺ എന്ന് വിളിക്കാം. നോക്കി, ആനിമൽ അല്ലേ, 4 കാലികൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മൃഗങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജീവിയുടെ പേരാണോ? അല്ല. അല്ലെങ്കിൽ ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട ജീവിയുടെ പേരാണോ? അല്ല. മൃഗങ്ങളെ അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ പെടുന്ന എല്ലാ മൃഗങ്ങളെയും കോമൺ ആയിട്ട് പൊതുവായി വിളിക്കുന്ന പേരാണ് ആനിമൽ. അതുകൊണ്ട് ആനിമൽ എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് കോമൺ നൗൺ ആണെന്ന് പറയാം. മറ്റൊന്ന് ഡോഗ്. ഡോഗ് എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന നായകൾ ഒരു പ്രത്യേക നായയുടെ പേരാണോ? ഡോഗ് അല്ല. എല്ലാ നായകളെയും നമ്മൾ പൊതുവായി വിളിക്കുന്നതാണ് ഡോഗ്. മറ്റൊന്ന് ഫ്ലവർ, പൂവ്. പലതരം പൂവുണ്ട് അല്ലേ? പൂവുകൾക്ക് പേരിടുകയാണെങ്കിൽ ഓക്കെ. ഏത് പൂവുകൾക്ക് നമ്മൾ പ്രത്യേകമായി ഇപ്പോൾ ഉണ്ണിക്കുട്ടൻ എന്ന് എൻ്റെ വീട്ടിലെ റോസാപ്പൂവിനെ വിളിക്കുകയാണെങ്കിൽ ആ ഉണ്ണിക്കുട്ടൻ എന്നുള്ള ഞാൻ ആ പൂവിന് കൊടുത്തിരിക്കുന്ന പേര് അത് പ്രോപ്പറാണ്. അതേസമയം എല്ലാ പൂക്കളെയും നമ്മൾ പൊതുവായിട്ട് പൂക്കൾ എന്നല്ല പറയാറുള്ളത്. അതുകൊണ്ട് ഈ പൂവെന്ന് പറയുന്ന ഈ നൗണ് പ്രോപ്പർ നൗണാണ്, സോറി കോമൺ നൗണാണ്. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ടീച്ചർ, നാഷൻ. നാഷൻ രാജ്യം. രാജ്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാജ്യത്തിൻ്റെ പേരല്ല. എല്ലാ രാജ്യങ്ങളെയും കോമൺ ആയി വിളിക്കുന്ന പേരാണ് നാഷൻ. അതുകൊണ്ട് ഇങ്ങനെ പൊതുവായി കോമൺ ആയിട്ട് വിളിക്കുന്ന, അത് വ്യക്തിയെ ആവാം, വസ്തുവിനെ ആവാം, എന്തിനെ ആവാം, പൊതുവായിട്ടുള്ള പേരുകളെ വിളിക്കുന്ന പേരാണെന്ത്? കോമൺ നൗൺ എന്ന് പറയുന്നത്. അമ്മ. അമ്മ എന്ന് പറയുന്നത് കോമൺ നൗണാണ്. അമ്മ എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്നത് കോമൺ നൗണാണ്. അതെന്തുകൊണ്ടാണ്? നമ്മളൊരു അമ്മയ്ക്ക് ഒരു പ്രത്യേക, നമ്മുടെ അമ്മയ്ക്ക് നമ്മളൊരു പേരിട്ടിട്ടുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ ലക്ഷ്മി. എക്സാമ്പിൾ, ലക്ഷ്മി എന്ന് പറയുന്ന പേര് കൊടുത്താൽ പ്രോപ്പറാണ്. അതേ സമയത്ത് എല്ലാ അമ്മമാരെയും നമ്മൾ കോമൺ ആയിട്ട് അമ്മ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ കോമൺ ആയി വിളിക്കുന്ന പേരാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത്, നമ്മൾ കോൺക്രീറ്റ് നൗണുകളുടെ 4 കാറ്റഗറി ഉണ്ട്. ആ 4 കാറ്റഗറിയിൽ മൂന്നാമത്തതാ പറയുന്നത്. മൂന്നാമത്തത് കളക്റ്റീവ് നൗണാണ്. കളക്റ്റീവ്, കളക്ഷൻ. കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കളക്ഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അറിയാം അല്ലേ? കൂട്ടം. ഈ വാക്കുകളുടെ മീനിങ് നന്നായിട്ട് ഓർമ്മിക്കണം, മാറിപ്പോയരുത്. കോമൺ എന്ന് പറഞ്ഞാൽ പൊതു എന്നർത്ഥം, കളക്ഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നർത്ഥം. ഓക്കെ, ഇംഗ്ലീഷിന് പ്രത്യേകത ഉണ്ട്. ഇംഗ്ലീഷിൽ ഓരോ തരം കൂട്ടങ്ങൾക്കും ഓരോ പേരാണ്. ഓക്കെ, ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. പലതരം കൂട്ടങ്ങളാണ്. ഈ കൂട്ടങ്ങൾക്കൊക്കെ ഓരോ പേരാണ്. ഇപ്പം നമ്മൾ മലയാളത്തിൽ അങ്ങനെ പൊതുവെ കാണാറില്ല. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ കൂട്ടങ്ങളെയൊക്കെ കൂട്ടങ്ങളായിട്ടാണ് വിളിക്കാറുള്ളത്. സോറി, ഓരോരോ പേരുകൾ ആ കൂട്ടങ്ങൾ അറിയപ്പെടാം. അപ്പം ആദ്യം ഇതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഓർ തിങ്സ് ഓർ ആനിമൽസ്. അതായത് വ്യക്തികളുടെ കൂട്ടമാവാം, വസ്തുക്കളുടെ കൂട്ടമാവാം, ആനിമൽസ് മൃഗങ്ങളുടെ കൂട്ടമാവാം. കൂട്ടത്തിന് വിളിക്കുന്ന പേരാണ് കളക്റ്റീവ് നൗൺ. ശ്രദ്ധിക്കണം, കളക്ഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം, കോമൺ എന്ന് പറഞ്ഞാൽ പൊതു എന്നർത്ഥം. രണ്ടും തമ്മിൽ മാറിപ്പോയരുത്. കൂട്ടങ്ങൾക്ക്, ഇത് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷിക്കൂട്ടങ്ങൾക്കൊരു പേരുണ്ട്, ജനക്കൂട്ടത്തിനൊരു പേരുണ്ട്, കന്നുകാലികളുടെ കൂട്ടത്തിനൊരു പേരുണ്ട്, ചാവിക്കൂട്ടത്തിനൊരു പേരുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ പല തരത്തിലുള്ള കൂട്ടങ്ങൾക്കൊക്കെ ഓരോരോ പേരാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടങ്ങൾ വിളിക്കുന്ന പേരാണെന്ത്? ഈ പറയുന്ന കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, താഴെ ഞാൻ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നോക്കൂ. എന്താണ് എക്സാമ്പിൾസ്? ഒന്നാമത്തത് പീപ്പിൾ. ജനങ്ങളിൽ തന്നെ പലതരം കൂട്ടങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ടീം. ടീം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കൂട്ടത്തെ വിളിക്കുന്ന പേരാണല്ലോ. ഈ ടീം എന്ന് പറയുന്ന നൗണാണ്. നൗൺ എന്തിനെ സൂചിപ്പിക്കുന്ന? കൂട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ കളക്റ്റീവ് നൗൺ എന്ന് വിളിക്കാം. മറ്റൊന്ന് ക്ലാസ് അല്ലേ? ക്ലാസ് ഒരു തരം കൂട്ടമല്ലേ? നമ്മൾ ഇന്ന ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പം ആ ഒരു കൂട്ടത്തിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്. അതൊരു കൂട്ടത്തിൻ്റെ പേരാണ്. ആ കൂട്ടത്തിൻ്റെ പേരായതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേര് കളക്റ്റീവ് നൗൺ എന്നാണ്. മറ്റൊന്ന് നോക്കിയേ, ക്രൗഡ്. ഒന്നുമില്ലാത്ത ജനക്കൂട്ടം, ഒരു പ്രത്യേക ലക്ഷ്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു പ്രത്യേക കാറ്റഗറി അല്ലാത്ത ജനക്കൂട്ടത്തെ വിളിക്കുന്ന പേരാണെന്ത്?
ക്രൗഡ്. ആ കൂട്ടത്തിന് വേണ്ടി മാത്രമുള്ള പേരാണ് ക്രൗഡ്. മറ്റൊന്ന് ഫാമിലി, അല്ലേ? നമ്മളൊക്കെ കുടുംബത്തോടു കൂടി താമസിക്കുന്ന സമയത്ത് ആ ഒരു സാധനത്തിനെ വിളിക്കുന്ന പേരാണ് ഫാമിലി, ആ കൂട്ടം. ഇതൊക്കെ മനുഷ്യന്മാരുടെ കൂട്ടങ്ങളാണ്. ഓരോ തരം കൂട്ടങ്ങൾക്കും ഓരോ പേരാണ്. അപ്പോൾ കൂട്ടത്തിൻ്റെ പേരിനെ വിളിക്കുന്ന പേരാണ് കളക്റ്റീവ് നൗൺസ്. ഇനി മൃഗങ്ങൾക്കിടയിലുള്ള കൂട്ടങ്ങൾ നോക്കാം. നോക്കിയേ, ഹേർഡ്. ഹേർഡ് എന്ന് പറഞ്ഞാൽ ഈ പശുക്കളുടെ കന്നുകാലികളുടെ കൂട്ടത്തിനെ വിളിക്കുന്ന പേരാണ് ഹേർഡ്. ഹേർഡ് ഓഫ് കൗസ് എന്ന് പറയാറുണ്ട്. ഇനി ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂട്ടത്തിന് വേണ്ടി മാത്രം വിളിക്കുന്ന പേര്. നമ്മൾ എന്ത് ചെയ്യും? കന്നുകാലി കൂട്ടം എന്ന് പറയും, പക്ഷികളുടെ കൂട്ടം പക്ഷിക്കൂട്ടം എന്ന് പറയും, അല്ലെങ്കിൽ മൃഗങ്ങളുടെ കൂട്ടം എന്ന് പറയും, ജനക്കൂട്ടം എന്ന് പറയും. ഒക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ കൂട്ടം വെച്ചിട്ട് കൂട്ടിച്ചേർക്കലാണ്. പക്ഷെ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഓരോ കൂട്ടത്തിനും ഓരോ തരം വേർഡ് ഉണ്ട്. പക്ഷികളുടെ കൂട്ടത്തിന് എന്താ പറയുക? ഫ്ലോക്ക് എന്ന് പറയും. അതുപോലെ ചെന്നായകളുടെ കൂട്ടത്തിന് പാക്ക് എന്ന് പറയും. ഓക്കെ. ദെൻ തിങ്സ്, സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്ന് ചാവിക്കൂട്ടം. ചാവിക്കൂട്ടത്തിന് ബഞ്ച് ഓഫ് കീസ് എന്ന് പറയാം. ഈ ചാവിക്ക് മാത്രമല്ല, പച്ചക്കറി ഒനിയൻസ്, ബഞ്ച് ഓഫ് ഒനിയൻസ് എന്ന് പറയും. അല്ലെങ്കിൽ പൂക്കളുടെ കൂട്ടത്തിന് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് പറയാറുള്ളത്. ഇങ്ങനെ പൊതുവെ കൂട്ടങ്ങളുടെ പേരാണ്, അതായത് വസ്തുക്കളുടെ കേസിലാണെങ്കിൽ ചാവി, പൂക്കൾ, പച്ചക്കറി, ഫ്രൂട്ട്സ്, ഇതിനൊക്കെ കൂട്ടമായിട്ട് വിളിക്കുന്നതിന് ബഞ്ച് എന്നാ പറയുക. ബഞ്ച്. ഈ ബഞ്ച് എന്ന് പറയുന്നത് കളക്റ്റീവ് നൗൺ ആണ്. ഇനി ടൂൾസിൻ്റെ കൂട്ടത്തിന് സെറ്റ് എന്നാ പറയുക. സെറ്റ്, SET, സെറ്റ് എന്ന് പറയും. ഇനി ബുക്കിൻ്റെ കൂട്ടത്തിന് പൈൽ ഓഫ് ബുക്സ്, അല്ലേ? കൂന, കൂമ്പാരം എന്നൊക്കെ പൈലിൻ്റെ അർത്ഥം. അപ്പം ബുക്കുകൾ കൂട്ടമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിന് നമ്മൾ വിളിക്കുന്ന പേര് പൈൽ എന്നാണ്. അപ്പോൾ ഈ പൈൽ എന്തിന് എക്സാമ്പിളാണ്? കളക്റ്റീവ് നൗണിന് എക്സാമ്പിളാണ്. ഓക്കെ. ഇതാണ് കളക്റ്റീവ് നൗൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നാലാമത്തെ ലാസ്റ്റ് വൺ, മെറ്റീരിയൽ നൗൺ. മെറ്റീരിയൽ വളരെ സിമ്പിളാണ്, വാക്ക് തന്നെ ഉണ്ട്. മെറ്റീരിയൽ നമ്മൾ സാധാരണ പറയാറില്ലേ, ബിൽഡിംഗ് എടുക്കുന്ന സമയത്ത് മെറ്റീരിയൽ അടിക്കണം. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിൽ സിമെൻ്റ് ഉണ്ട്, അതിൻ്റെ കമ്പി ഉണ്ട്, അതിൻ്റെ എന്താ പറയുക, മെറ്റൽ ഉണ്ട്, മണലുണ്ട്. ഇതൊക്കെ ഓരോ മെറ്റീരിയലാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണം പറയാൻ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ചെയർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ചെയറിലേക്ക് നമുക്ക് മരം, അല്ലേ? മരം, വുഡ് ഒരു മെറ്റീരിയലായി പറയാം. ഇനി പ്ലാസ്റ്റിക്കിൻ്റെ ചെയർ ആണെങ്കിൽ ആ പ്ലാസ്റ്റിക് ചെയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക്കിനെ നമുക്ക് ഒരു മെറ്റീരിയൽ എന്ന് വിളിക്കാം. ഇങ്ങനെ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേരിനെയാണ് മെറ്റീരിയൽ നൗൺ എന്ന് വിളിക്കേണ്ടത്. അപ്പം നോക്കിയേ, നെയിം ഓഫ് എ മെറ്റീരിയൽ, അതൊരു മെറ്റീരിയലിൻ്റെ പേരാവാം. സബ്സ്റ്റൻസ് ഓർ തിങ് വി യൂസ് ടു മേക്ക് തിങ്സ്, നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേരിനെ വിളിക്കുന്ന പേരാണെന്ത്? ഈ പറയുന്ന മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അത് മെറ്റീരിയലുകളുടെ പേരാവാം, അല്ലെങ്കിൽ സബ്സ്റ്റൻസുകളുടെ പേരാവാം. സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ വസ്തുക്കൾ. ഓക്കെ. എന്തെങ്കിലും വസ്തുക്കളുടെ പേരാവാം, അല്ലെങ്കിൽ പദാർത്ഥം എന്ന് പറയാം. ഇതൊക്കെ എൻ്റെ അർത്ഥമാണ്. അതുപോലെ തന്നെ തിങ്, ഏതെങ്കിലും സാധനങ്ങൾ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? വി യൂസ് ടു മേക്ക് തിങ്സ്, നമ്മൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഓർണമെൻറ്റ്സ്, ആഭരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ പെട്ട ഒന്നാണ് ഗോൾഡ്. സോ ഗോൾഡ് ഒരു മെറ്റീരിയൽ നൗണാണ്. വെള്ളി, സിൽവർ മെറ്റീരിയൽ നൗണാണ്. കാര്യം ഈ ആഭരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. സോ ഇറ്റ് ക്യാൻ ബി നാച്ചുറൽ. ഈ മെറ്റീരിയൽ നൗണ് പ്രകൃതിയാ ഉള്ളതും ആവാം, മാൻ മെയ്ഡ് മനുഷ്യന്മാരുണ്ടാക്കുന്നതും ആവാം. എക്സാമ്പിൾസ് ഉണ്ട്. നാച്ചുറൽ മെറ്റീരിയൽസ് ആണ് ഒന്ന് ഗോൾഡ്, സിൽവർ, വാട്ടർ, അല്ലേ? വെള്ളം ഒരു മെറ്റീരിയലാണ്. ഭക്ഷണം പാചകം അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണെന്ത്? വെള്ളം. സോ എയർ, അതുപോലെ കോട്ടൺ, ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് ആണ്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈ മെറ്റീരിയൽസിൻ്റെ പേരാണെന്ത്? ഈ പറയുന്ന മെറ്റീരിയൽ നൗണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊന്ന് മാൻ മെയ്ഡ് മെറ്റീരിയൽസ് ആണ്. എക്സാമ്പിൾ പ്ലാസ്റ്റിക്, ഗ്ലാസ്, പേപ്പർ, സിമെൻറ്റ്. ഇതൊക്കെ മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യന്മാർ മറ്റു വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ പേരായതുകൊണ്ട് അതിന് മെറ്റീരിയൽ നൗൺ എന്ന് വിളിക്കാം. ഇനി ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊയർ, സോയിൽ, വുഡ്, ഗോൾഡ്, എക്സെട്ര. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് ആണ്. സോ ഇതിനൊക്കെ വിളിക്കുന്ന പേരാണ് മെറ്റീരിയൽ നൗൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺക്രീറ്റ് നൗണിൻ്റെ 4 കാറ്റഗറി എന്ന് പറയുന്നത്. സോ ഇതോടുകൂടി നമ്മൾ ഈ ഒരു സ്ലൈഡ് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്.
ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചു പോകുന്നുണ്ട് എന്താണെന്ന് എടുത്തെന്നുള്ളത്. പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് പറഞ്ഞു. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഓരോ വാക്കുകളെയും തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് ഒരു സെൻറ്റൻസിലെ ഓരോ വാക്കിനും കൊടുത്തിരിക്കുന്ന പേരിനെയാണ് പാർട്സ്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് ഇംഗ്ലീഷിൽ 8 ആ 8 നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം പഠിക്കാനുള്ളത് നൗണാണ്. നൗൺ എന്ന് പറയുന്നത് വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ ആശയത്തിൻ്റെയൊക്കെ പേര്, എന്തിനൊക്കെ പേരിട്ടോ ആ പേരിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് നൗൺ എന്ന് പറയുന്നത്. നൗണിന് 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്റ്റ് ആണ്, മറ്റൊന്ന് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ ആണ്, മറ്റൊന്ന് കോമ്പൗണ്ട് ആൻഡ് പൊസസീവ് ആണ്, ദെൻ സിംഗുലർ ആൻഡ് പ്ലൂരൽ. അതിൽ നമ്മൾ കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്റ്റ് നൗണിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് തൊടാനും കാണാനും പിടിക്കാനൊക്കെ പറ്റുന്ന നൗണുകളെയാണ് കോൺക്രീറ്റ് നൗൺ എന്ന് വിളിക്കുന്നത്. നമുക്ക് അനുഭവിക്കാൻ മാത്രം പറ്റുന്ന നൗണുകളെയാണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് വിളിക്കുന്നത്. ഈ കോൺക്രീറ്റ് നൗണുകൾക്ക് വീണ്ടും 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിലൊന്ന് പ്രോപ്പർ ആണ്. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ കൃത്യമായി നമ്മൾ പേരിട്ട് നൽകിയിരിക്കുന്ന സാധനങ്ങളുടെ പേരിനെയാണ് പ്രോപ്പർ നൗൺ എന്ന് വിളിക്കുന്നത്. മറ്റൊന്ന് കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ പൊതുവായി വിളിക്കുന്ന ഓരോ വസ്തുക്കളുടെയും അല്ലെങ്കിൽ സാധനങ്ങളുടെയും പൊതുവായ പേരിനെയാണ് കോമൺ നൗൺ എന്ന് വിളിക്കുന്നത്. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ കൂട്ടങ്ങളെ വിളിക്കുന്ന പേരാണ് ലാസ്റ്റ് വൺ. മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് മെറ്റീരിയൽ നൗൺ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇതോടുകൂടി നമ്മൾ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് വാച്ചിങ്. ബൈ.